ഏവർക്കും നമസ്കാരം. നവഗ്രഹങ്ങളിൽ സേനാനായകന്റെ പദവി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഗ്രഹമാണ് കുജൻ എന്ന ചൊവ്വ. ധീരത, കോപം, വീര്യം, രക്തം, ശരീരബലം, മനോബലം, ആത്മവിശ്വാസം എന്നിവയുടെ കാരകത്വം ആണ് അഥവാ ധർമ്മമാണ് ചൊവ്വയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനാൽ ചൊവ്വ രാശി മാറുമ്പോൾ ആ മാറ്റം പല രാശികളിലും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു. ആ ചൊവ്വയുടെ രാശിമാറ്റം ഈ വർഷാവസാനത്തിൽ സംഭവിക്കുന്നു. അതായത് ഡിസംബർ 27-ന് ബുധനാഴ്ച ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്ന വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. 2024 ഫെബ്രുവരി 5 വരെയും ചൊവ്വ ഈ ധനുരാശിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രഹമാറ്റത്തിന് മുൻപ് അവശ്യം അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ആദ്യമായി അറിയേണ്ടത് ഇതാണ്: ചൊവ്വ പ്രതികൂലൻ ആയാൽ എന്താണ് ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്? അതറിയുമ്പോഴാണ് ചൊവ്വ അനുകൂലനായി ഭവിക്കുമ്പോൾ നാം അതിൻ്റെ വില അറിയുന്നത്. ചൊവ്വ ഒരു വ്യക്തിക്ക് പ്രതികൂലനായി നിന്നാൽ ആ വ്യക്തിക്ക് എത്ര കഴിവുകൾ ഉണ്ടായിക്കോട്ടെ, 100-ൽ 100 മാർക്കും ഉണ്ടായാലും ഒരു കാര്യവും ഇല്ലാതെ പോകും. ആ വ്യക്തിക്ക് ആത്മവിശ്വാസം തീരെ ഇല്ലാതെ പോകും. പരീക്ഷ, ഇൻ്റർവ്യൂ തുടങ്ങിയ നിർണായക സമയങ്ങൾ വരുമ്പോൾ വിഷാദരോഗം പിടിപെട്ട് ധൈര്യം മുഴുവൻ ചോർന്നു പോകും. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനേക്കാൾ വലിയ പോരാളിയായിട്ടും യുദ്ധപാഠങ്ങൾ എല്ലാം മറന്നു നിന്ന കർണന്റെ അവസ്ഥ ആകും. കൂടാതെ അകാരണമായ ഭയം, ഉത്കണ്ഠ എന്നിവ ഉണ്ടാകും. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. എന്നാൽ കുജൻ അനുകൂലനാകുമ്പോൾ മധ്യാഹ്ന സൂര്യനെ പോലെ ആ വ്യക്തി സർവ്വമേഖലയിലും ശോഭിക്കും. രണ്ടാമതായി അവശ്യം അറിയേണ്ട വസ്തുത ഇതാണ്: യുദ്ധവീര്യം തികഞ്ഞ ചൊവ്വ സാത്വികമൂർത്തിയായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനുവിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത്. ചൊവ്വയും വ്യാഴവും തമ്മിൽ മിത്രങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റം ചില രാശിജാതർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവും മറ്റും നൽകുന്നു. അഗ്നിസമാനം തിളങ്ങുന്ന ഗ്രഹം എന്ന വിശേഷണമുള്ള ചൊവ്വയുടെ രാശിപ്രവേശത്താൽ തിളങ്ങുന്ന രാശിക്കാരും നക്ഷത്രജാതരും ആരെല്ലാമാണെന്ന് നമുക്ക് കാണാം. ആദ്യമായി ചൊവ്വയുടെ ഈ രാശിമാറ്റം ഏറ്റവും അധികം നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്ന രാശിജാതർ കർക്കിടകം രാശിയാണ്. ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതർ പുണർദം കാൽ, പൂയം, ആയില്യം എന്നിവരാണ്. ഈ രാശിയുടെ 6-ാം ഭാവമായ ധനുരാശിയിലാണ് കുജൻ സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവം എന്നാൽ ശത്രു, രോഗം, അനിഷ്ടങ്ങൾ, കടബാധ്യതകൾ എന്നിവയെ കുറിക്കുന്നു. ചൊവ്വ ഈ രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവയെ എല്ലാം ചൊവ്വ തൻ്റെ പ്രഭാവത്താൽ നശിപ്പിക്കുന്നു. അതായത് ശത്രുനാശം, രോഗമുക്തി, കടബാധ്യതകൾ, അനിഷ്ടങ്ങൾ എന്നിവയ്ക്കെല്ലാം അറുതി വരുത്തുന്നു. സകല തർക്കങ്ങളും നീങ്ങുന്നു. അല്ലെങ്കിൽ പ്രതിസന്ധികളെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള മാനസിക ബലം ഇവർക്ക് ഉണ്ടാകുന്നു. ഇവർക്ക് ഈ കാലയളവിൽ ഉദ്യോഗത്തിൽ ഉയർച്ച, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. കൂടാതെ ഭൂമി, വീട് എന്നിവ വാങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇവർക്ക് വന്നുചേരുന്നു. രണ്ടാമതായി ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന രാശി തുലാം രാശിയാണ്. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. തുലാം രാശിജാതരുടെ 3-ാം ഭാവത്തിലൂടെയാണ് കുജൻ സഞ്ചരിക്കുവാൻ പോകുന്നത്. ധൈര്യം, പരാക്രമം, വീര്യം, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, അയൽക്കാർ എന്നിവയെല്ലാമാണ് 3-ാം ഭാവമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ. 3-ലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വസ്തുലാഭം, ഗൃഹലാഭം എന്നിവ ഉണ്ടാകാം. കുടുംബത്തിൽ നല്ല ക്ഷേമം, ഐക്യം, മനസ്സമാധാനം, സഹോദരങ്ങളുമായി നല്ല ബന്ധം, ജനസമ്മിതി, കീർത്തി എന്നിവ ഉണ്ടാകും. ശത്രുക്കൾ നിഷ്പ്രഭർ ആകും. രോഗം തുടങ്ങിയ ദുരിതങ്ങൾ ബാധിക്കാതെ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകും. എന്തു വന്നാലും മനോബലം കൈവിടില്ല. അളവറ്റ ഊർജവും ആത്മവിശ്വാസവും ഈ കാലയളവിൽ ഇവർക്ക് ഏറെ ഉണ്ടാകുന്നു. മൂന്നാമതായി ചൊവ്വയുടെ ഈ രാശിമാറ്റം തിളക്കം നൽകുന്ന രാശിക്കാർ കുംഭം രാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രജാതർ അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരട്ടാതി ആദ്യമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിയുടെ 11-ാം ഭാവത്തിലാണ് ചൊവ്വ പ്രവേശിക്കുവാൻ പോകുന്നത്. സർവാഭീഷ്ടസ്ഥാനം എന്നുകൂടി അറിയപ്പെടുന്ന 11-ൽ ചൊവ്വ നിൽക്കുന്നത് വളരെ മികച്ച നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നു. കുംഭരാശിയുടെ 10-ാം ഭാവാധിപൻ ആയ ചൊവ്വ കുംഭരാശിയിൽ നിൽക്കുമ്പോൾ കർമ്മമേഖലയിൽ വളരെ നല്ല ഉയർച്ച ഉണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും. എല്ലാവിധത്തിലുള്ള ലാഭവും നിർണ്ണയിക്കുന്ന ഭാവമായ 11-ലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ധനലാഭം,
വസ്തുലാഭം, വാഹനലാഭം എന്നിവ ഉണ്ടാകുവാൻ വളരെയേറെ സാധ്യത ഉണ്ട്. കൂടാതെ ചൊവ്വ നൽകുന്ന അപാരമായ ഊർജം സർവകാര്യ വിജയം, കീർത്തി എന്നിവയെ നേടിക്കൊടുക്കുന്നു. അപ്പോൾ ഈ 3 രാശിജാതരും അതിലെ നക്ഷത്രജാതരും തങ്ങൾക്ക് വരുവാൻ പോകുന്ന ഉജ്ജ്വലമായ സമയം അനുഭവിച്ച് അറിയുക. കൂടാതെ അത് ബുദ്ധി ഉപയോഗിച്ച് പരമാവധി പ്രയോജനപ്പെടുത്തുക. കുജനെയും കുജന്റെ അധിഷ്ഠാന ദേവതകളായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും വന്ദിച്ചുകൊണ്ട് കാൽക്കൽ നമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.